പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, 10 കന്യകമാരുടെ ഉപമയാണ് ഇന്നത്തെ സുവിശേഷം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെ വാക്യങ്ങൾ. 10 കന്യകമാരെ കുറിച്ച് പറയുന്നവർ 5 പേർ വിവേകമുള്ളവരും 5 പേർ വിവേകമില്ലാത്തവരുമാണെന്നും സുവിശേഷം അവരെ കുറിച്ച് വിശദീകരിക്കുന്നു. നമ്മുടെ ഈ കഥ, ഈ ഉപമ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, വിവേകം അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വരാനിരിക്കുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണുകയും അപ്പോൾ ആവശ്യമായിരിക്കുന്നവയ്ക്ക് വേണ്ടി ഇപ്പോൾ തന്നെ അധ്വാനിക്കാനുള്ള മനസ്സ് കാണിക്കുകയും ചെയ്യുന്നതിലാണ് എന്നതാണ്. മണവാളൻ വരാൻ വൈകുമെന്ന് മുൻകൂട്ടി ചിന്തിക്കാനും, അതുകൊണ്ട് ഇപ്പോൾ വിളക്കിലുള്ള എണ്ണ പോരാ, കൂടുതൽ വേണ്ടി വരുമെന്ന് മുൻകൂട്ടി കണ്ട് അതിനുവേണ്ടി ഇപ്പോഴേ വാങ്ങിച്ച് കയ്യിൽ വെച്ച് കയ്യിൽ കരുതാനുമുള്ള അവരുടെ ആ മുൻകൂട്ടി കാണാനുള്ള കഴിവും അതിനനുസരിച്ച് വേണ്ടത് ഇപ്പോൾ പ്രവർത്തിക്കാനുമുള്ള അവരുടെ മനസ്സിന്റെ സന്നദ്ധതയും കഴിവുമൊക്കെയാണ് വിവേകത്തിന്റെ ലക്ഷണമായി സുവിശേഷം ഇവിടെ അവതരിപ്പിക്കുന്നത്. സ്വർഗീയ ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കി ഈ ഭൂമിയിൽ വെച്ച് തന്നെ അതിനായി നമ്മൾ ഒരുങ്ങണമെന്നാണ് ഈ സംഭവം ആത്യന്തികമായി നമ്മളെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും ഈ വിവേകം വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. വരാൻ സാധ്യതയുള്ള മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലും ഇടപെടലുകളിലുമൊക്കെ വരാൻ സാധ്യതയുള്ള വെറുപ്പിനെയും ഇഷ്ടക്കേടിനെയും ഒക്കെ ഒഴിവാക്കാൻ നമ്മുടെ വാക്കുകളിലും ചിന്തകളിലും ആലോചനയില്ലാത്ത പ്രവൃത്തികളിലുമൊക്കെ വലിയ ശ്രദ്ധ വേണമെന്നും അതിനനുസരിച്ച് നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ മുൻകൂട്ടി കണ്ട് നിയന്ത്രിക്കുന്നതും നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണെന്നുള്ള ഒരു വലിയ പ്രായോഗിക മാനം കൂടി ഈ കഥ, ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോ തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. വഴിയിൽ കിടക്കുന്ന ഒരു പാമ്പ് തന്നെ ആരെങ്കിലും കയറി ചവിട്ടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ഒരാളുടെ കാൽപര്യമാറ്റം മനസ്സിലാക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് വഴിയിൽ നിന്ന് മാറുന്നു. മുൻകൂട്ടി കണ്ട് അപകടം ഒഴിവാക്കാനുള്ള ആ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് സർപ്പത്തിന്റെ വിവേകമെന്ന് അതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. നമ്മുടെ ഈ ഒരു കഥയോട് ചേർത്ത് വെച്ച് നമുക്ക് ആ കാര്യത്തെയും ഈശോ പറഞ്ഞ സർപ്പത്തിന്റെ വിവേകത്തെയും അങ്ങനെ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെയും ജീവിതത്തിൽ എപ്പോഴും വിവേകമുള്ളവരായി നമ്മുടെ അന്ത്യവിധിക്ക് വേണ്ടി, നമ്മുടെ ജീവിതാവസാനത്തിന്റെ കാര്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈശോയുടെ 2ാം വരവിനെ സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കും അതിനുള്ള പ്രവർത്തനങ്ങളും ഇപ്പോഴും ഉണ്ടാകാനുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ, വിവേകത്തിന്റെ ജീവിതം ഉണ്ടാകണമെന്ന് ഈശോ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. വിവേകം ഞങ്ങൾക്ക് പിന്നീട് ഉണ്ടാവേണ്ടതല്ല, മറിച്ച് പിന്നീട് വേണ്ട കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവാണെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിലും വിവേകപൂർണമായ സംസാരവും പെരുമാറ്റവും മനോഭാവങ്ങളും എല്ലാം ഉണ്ടാകാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ അതിന് ബലപ്പെടുത്തണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.